വല്ലതും നടക്കൂ. തിരുവനന്തപുരത്ത് 34 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നെ. പിന്നെ എന്റെ മോ ചുമ്മാല ഇത്രയും വലിയ ചൂട്. വിശന്നിട്ടും വയ്യ. എനിക്കും വിശക്കുന്നു. എടാ നിനക്ക് ഈ അൽഫാമിന്റെ കാര്യമുള്ളൂ ഈ ചൂടത്തോ? ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? പഴങ്കഞ്ഞി. അടിപൊളി. ഈ സമയത്ത് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. നിങ്ങളെ പരിചയത്തിൽ ഏതെങ്കിലും കട ഉണ്ടോ? എനിക്കറിയാവുന്നൊരു കടയുണ്ട് ബണ്ട് റോഡിനടുത്ത്, നമ്മുടെ കിള്ളിപ്പാലത്ത് പഴങ്കഞ്ഞി കട. അങ്ങോട്ട് വിട്ടാലോ? അങ്ങോട്ട് പോവാ. അടിപൊളി. ഇന്ന് സെറ്റ് ആക്കാം. എൻ്റെ മോനിട്ട പേരാണ്. പിന്നെ പണ്ടുള്ള ഒരു പഴങ്കഞ്ഞി കഴിക്കുമല്ലോ, അത് ഉദ്ദേശിച്ച് വയസ്സായ ആൾക്കാരുടെ പേര് കിടക്കുന്നത് മോപ്പിലാൻസ് കിട്ടുന്നത് പേരിട്ട്. അത് ഇല്ലാത്തതുണ്ട് ഇവിടെ ഒരിടം അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയിലോട്ട് മോൻ പറഞ്ഞാണ്. മോനും മരുമോനൊക്കെ പറഞ്ഞതിന് പഴങ്കഞ്ഞി കട കിട്ടും. അല്ല അവര് നമ്മളും കൂടെ തന്നെ ഇപ്പം പഴങ്കഞ്ഞി ഇട്ടാൽ മതി എന്ന് പറഞ്ഞാണ് പിന്നെ കഞ്ഞിക്കട തുടങ്ങിയത്. ഇത്ര നാളായിട്ടുണ്ട് ഈ ഒരു പഴങ്കഞ്ഞി കട. 9 വർഷമായി. 9 വർഷമായിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. പഴയത് പഴയ രുചി. ഇന്ന് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കൊണ്ടുവച്ചേക്കുന്നത്? ഓക്കെ. മീൻകറി. പിന്നെ ഇതിനകത്ത് കപ്പ, അച്ചാറ്, മാങ്ങ അച്ചാറല്ലേ? മാങ്ങയുടെ സീസൺ അല്ലേ? മാങ്ങയുടെ സീസൺ അല്ലേ? വരുന്നില്ലയോ? വരുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ സ്പെഷ്യല്. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വരാറുണ്ടോ? ഞാൻ ചേച്ചിയുടെ കൂടുതൽ ചോദിക്കുന്നില്ല. എനിക്ക് കണ്ട് നാവിനകത്ത് വെള്ളം ഊറി വരുന്നു. ഞങ്ങൾ കഴിക്കാൻ പോകട്ടോ. സവാള അതാണ്ടേ ഇത്തിരി ഇങ്ങോട്ട് വെക്കണം കണ്ടാ. എന്നിട്ട് വേണ്ട ഉണക്കമീൻ ഇങ്ങോട്ട് എടുത്തിട്ട് വേണ്ട. ഇത് ഉണക്കമീൻ എടുത്തിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്നാക്കി എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് എന്നിട്ട് അതോടെ എടുത്തിട്ട് പിന്നെ ഞാൻ വിടുന്നത് കാണും. ചൂടത്ത് നല്ല പഴങ്കഞ്ഞി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ അൽഫാമാണോ നല്ലത് അതേ പഴങ്കഞ്ഞിയാണോ നല്ലത്? പഴങ്കഞ്ഞി കുടിച്ച സിദ്ധുവിനെ കണ്ടോ? പഴങ്കഞ്ഞി കുടിച്ച സിദ്ധുവിനെ. ഇനി നീ അൽഫാം കഴിക്കോ പഴങ്കഞ്ഞി കഴിക്കോ? അപ്പൊ ചൂടത്ത് പഴങ്കഞ്ഞി ഡബിൾ ഓക്കെയാണ്. അപ്പൊ ഞങ്ങൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ഉഷാറായിരിക്കുകയാണ്. അപ്പൊ ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം അക്ഷയ്, സിദ്ധു, രഞ്ജിനി, കേരള കൗമുദി.